നമസ്കാരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള എല്ലാ സ്ഥലങ്ങളിലും വീട്ടുവളപ്പിൽ ധാരാളം നാടൻ ഇനങ്ങളായ ഫലവൃക്ഷങ്ങളുണ്ട്. അത് മിക്കവാറും നല്ല നാട്ടുമാങ്ങകൾ ധാരാളമുണ്ട്, പല വെറൈറ്റികളുണ്ട്. അതുപോലെ ചക്ക ഇനങ്ങളുണ്ട്, പേരക്ക ഇനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ സീസണിൽ അത് പഴുക്കുമ്പോൾ വേണ്ട ഇത് പ്രോസസ്സ് ചെയ്യാതെ ഭൂരിഭാഗവും നശിച്ചു പോവുകയാണ്. കുറച്ച് വീട്ടുകാർ അവരുടെ ഉപയോഗത്തിന് മാത്രം ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മൾ നല്ല ജാമുകളുണ്ടാക്കാം, സ്ക്വാഷുകളുണ്ടാക്കാം, ജെല്ലി ഉണ്ടാക്കാം. അങ്ങനെ ഒട്ടനവധി വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി വിപണനം ചെയ്യുകയാണെങ്കിൽ വരുമാന വർധനവിനും ഇങ്ങനെയുള്ള നഷ്ടം ഒഴിവാക്കുന്നതിന് കാരണമാകും. നമ്മളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെള്ളൂക്കുന്നേൽ തറവാട്ടിലാണ്. അവിടെ അമ്മിണി ജോർജ് എന്ന പേരുള്ള മാതാവ്, 80 വയസ്സുള്ള മാതാവ്, മറ്റുള്ളവർക്ക് മാതൃകയായി അവരുടെ വീട്ടിലുള്ള നാട്ടുമാങ്ങ പഴുത്ത് വീഴുന്നത് നശിപ്പിച്ച് കളയാതെ അത് വാല്യൂ ആഡഡ് ആയിട്ടുള്ള തിരയുണ്ടാക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഈ അനുഭവം നമുക്ക് നേരിട്ട് ശ്രവിക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കർഷക കുടുംബങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ധാരാളം നമുക്ക് ലഭിക്കുന്നുണ്ട്. ചക്കയുടെ കാലമായൊക്കെ ചക്ക ധാരാളം കിട്ടും, കുഴച്ചക്ക, വരിക്കച്ചക്കയായാലും മാമ്പഴം, വിവിധ തരത്തിലുള്ള മാമ്പഴം കിട്ടുന്നുണ്ട്. നാടൻ മാങ്ങ മുതൽ പലതരത്തിലുള്ള പേരയ്ക്ക, അങ്ങനെ പലതും. അതെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ നശിച്ചു പോകുന്നതാണ് കാണുന്നത്. വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു മാതൃകാപരമായ ഒരു ഭവനത്തിലെ ഒരു 80 വയസ്സുള്ള, അതായത് വെള്ളൂക്കുന്നേൽ ഭവനത്തിലെ 80 വയസ്സുള്ള അമ്മിണി ജോർജ് എന്ന് പറഞ്ഞ മാതാവ് എല്ലാവർക്കും മാതൃകയായിട്ട് ഈ മാമ്പഴം, നാടൻ മാങ്ങ വീഴുന്നതെടുത്ത് പൾപ്പാക്കി തിരയാക്കുന്നുണ്ട്. എൻ്റെ മരുമോള് റസിയും കൂട്ടിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ പ്രിയ മാതാവിനോട് തന്നെ ഈ വിവരം ചോദിക്കുകയാണ്. ഇത് എത്ര കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്? 25 വർഷമായിട്ട്. 25 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതെങ്ങനെയാണ് തയ്യാർ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? മാമ്പഴം ക്ലീൻ ചെയ്ത് എടുത്ത് തൊലിയൊക്കെ ചെത്തി മിക്സിക്കകത്ത് അടിച്ച് പൾപ്പാക്കും. മിക്സിക്കകത്തടിച്ച് ജ്യൂസാക്കണം. ജ്യൂസാക്കി നേരത്തെ ഞങ്ങൾ പായലായിരുന്നു തേക്കുന്നത്. പായ നേരെ വാങ്ങി, പുതിയ വാങ്ങിച്ച് 2-3 ദിവസം പഞ്ചസാരയൊന്നും ഇടാതെ വെറും ജ്യൂസ് തന്നെ ഈ പായ തേച്ച് ഉണക്കി വെക്കുക. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പം കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സിക്കകത്തടിച്ച് തേച്ച് പായ തേച്ച് പിടിപ്പിച്ച് ഉണക്കി വെക്കുക. അത് കഴിഞ്ഞ് 5 ദിവസം കഴിയുമ്പോൾ പൊന്നിയരി പൊടിപ്പിച്ച് വറുത്ത് പൊടിച്ച് ആ പൊടിയും ഷുഗറും ജ്യൂസും കൂടെ ചേർത്ത് തേച്ച് ഉണക്കി വെക്കുക. അതിന് ഒരു അനുപാതം ഉണ്ട്, ഇത്ര ജ്യൂസിന് ഇത്ര അരിപ്പൊടി? ഒരു മിക്സിക്കകത്ത് ഞങ്ങൾ 1 സ്പൂണായിടുന്നത്. 2 സ്പൂൺ ഷുഗർ ഒരു മിക്സിക്കയുടെ അളവിൽ. അങ്ങനെ അരിപ്പൊടിയോ? 1 സ്പൂൺ, 1-2 സ്പൂൺ ഇടാം. വെള്ളത്തിന്റെ അളവ് പോലെ. എത്ര ദിവസം കൊണ്ട് ഇത് ഉണങ്ങി കിട്ടും? വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെയിലുണ്ട്, 1 മാസത്തോളം വേണം. ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ടോ മാർക്കറ്റ്? നമ്മൾ ചെയ്യാൻ ഇഷ്ടം എല്ലാവർക്കും പ്രസന്റ് ചെയ്യായിരുന്നു, കൊടുക്കായിരുന്നു വെറുതെ. ഇത് ഒരു മാതൃകയായി കണ്ടുകൊണ്ട് എല്ലാവരും തന്നെ ഈ രീതിയിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് ഇപ്രകാരം ഒരു മാതൃക കാണിച്ചു തന്നതിന് നന്ദി അറിയിച്ചു. താങ്ക് യു.